കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകില്ല എന്നുള്ളതാണ്. സംസ്കരണ കേന്ദ്രത്തിനെതിരെ നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതുവരെ ലൈസൻസ് അത് പുതുക്കേണ്ടതില്ല എന്നാണ് കട്ടിപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് കർമ്മടം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, അപ്പോൾ ഈ അറവ് മാലിന്യ ചാരിക്കെതിരെ വലിയ അല്ലെങ്കിൽ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വലിയ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. SKN വിജയകുമാർ, പ്രവിത, തൃപ്പൂണിത്തുറയിൽ നിങ്ങളങ്ങനെ അടരാടുകയാണ്. ഈ ഘട്ടത്തിലാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ 4 പഞ്ചായത്തുകളിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം, ഫ്രഷ് കട്ട് എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് കട്ടിപ്പാറ പഞ്ചായത്ത് തീരുമാനിച്ചു. കാരണം കട്ടിപ്പാറ പഞ്ചായത്ത് ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കാരണം ഇത്രയും കാലം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഫ്രഷ് കട്ട് എന്ന സ്വകാര്യ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനൊപ്പമായിരുന്നു. പക്ഷേ അതിൻ്റെ ദുരിതം പേറി അനുഭവിച്ചത്, ജീവിതം ഏറെ ദുഷ്കരമായി മുന്നോട്ട് പോയത് 4 പഞ്ചായത്തുകൾ, താമരശ്ശേരി, ഓമശ്ശേരി, കട്ടിപ്പാറ, കോടഞ്ചേരി, ഈ 4 പഞ്ചായത്തുകളിലെ ജനങ്ങളെയാണ്. കാരണം ഇവർ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. മറ്റൊന്ന്, അവിടെയുള്ള ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് കുടിവെള്ളം പറ്റുന്നില്ല, ഈ പുഴയിൽ അലക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല. ഈ ദുർഗന്ധം കാറ്റ് വരുന്ന സമയത്ത് പാറി വീടുകളിലേക്ക് എത്തുന്നു. ഈ പ്രദേശത്ത് ഈ ഫ്രഷ് കട്ട് കിടക്കുന്നത് 4 പഞ്ചായത്തുകളുടെ ഏതാണ്ട് സമീപമായിട്ടാണ്. ഈ പഞ്ചായത്തിലെല്ലാം ജനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. മറ്റൊന്ന്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി തീരാറായി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലായത്. കാരണം മാലിന്യ സംസ്കരണം എന്ന് പേര് പറഞ്ഞ് ഒരു സ്വകാര്യ സ്ഥാപനം തുടങ്ങുന്നു, ഫ്രഷ് കട്ട്. അത് ആ പ്രദേശത്ത് മൊത്തം മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിലാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. SKN, പ്രവിത, വിജയകുമാർ.